നിന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളും കാഴ്ചകളും പതിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ അഗതികളെയും അനാഥകളെയും കേരളത്തിലെ അഗതി മന്ദിരങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവരുടെ നാട്ടിൽ മികച്ച സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും സൃഷ്ടിക്കുകയാവും പ്രായോഗികവും ഫലപ്രദവുമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൊട്ടാര സമാനമായ മസ്ജിദുകളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവിനു മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഗ്രാമീണരുടെ സൗകര്യങ്ങളും ഖുതുബ നിർവഹിക്കാനുള്ള മിമ്പറിന്റെയും ദൃശ്യങ്ങളാണിവ. ഈ ഗ്രാമങ്ങളിലെ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന പള്ളികൾ നവീകരിക്കാൻ നമുക്ക് ഒരു ബാത്റൂം നിർമ്മിക്കാനുള്ള സാമ്പത്തിക ചിലവ് പോലുമില്ലെന്നത് അതിശയകരമാണ്. കോടിക്കണക്കിന് രൂപ വാർഷിക സമ്മേളന മാമാങ്കങ്ങൾക്കും വിവാഹധൂർത്തിനും ചിലവഴിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമുദായം ഇത്തരം ഗ്രാമങ്ങളിലെ നേർക്കാഴ്ചകളിലേക്ക് വെളിച്ചം വീശണം. നേട്ടങ്ങൾ ആഗ്രഹിക്കാത്ത സേവനങ്ങൾ ഇവർക്കാവശ്യമുണ്ട്. നാം ഇപ്പോൾ കാണുന്ന കാഴ്ച ഉത്തരേന്ത്യൻ മുസ്ലിം ഗ്രാമങ്ങളുടെ നേർക്കാഴ്ചയാണ്. നാമൊക്കെ പലതവണ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വാങ്ങിക്കുന്ന ഗ്രാമീണരുടെ ദൃശ്യങ്ങളാണ്. ശരിക്കൊന്ന് വിതരണം ചെയ്യാൻ പോലും ആകാത്തത്ര തിക്കും തിരക്കുമാണ് ഞങ്ങളെ കുഴക്കിയത്. ഇതൊരു അഭയാർത്ഥി ക്യാമ്പല്ല. എന്തിനാണ് ദുരിതാശ്വാസ പ്രവർത്തകർ ഹെലികോപ്റ്ററിൽ നിന്നും ഭക്ഷണപ്പൊതികൾ എറിഞ്ഞുകൊടുക്കുന്നതെന്ന് നാം പലപ്പോഴും ആലോചിക്കാറുണ്ട്. വസ്ത്രവിതരണത്തിന് സാധ്യമാകാതെ വന്നപ്പോൾ വസ്ത്രങ്ങൾ ബിൽഡിംഗിന്റെ മുകളിൽ നിന്നും താഴേക്കെറിഞ്ഞുകൊടുക്കാൻ വരെ ഞങ്ങൾ നിർബന്ധിതരായി. മലബാറിലെ മുസ്ലിങ്ങൾ ഷോപ്പിംഗിനായി മാളുകളിലെ പാർക്കിങ്ങും എയർ കണ്ടീഷനുകളെയും പറ്റി ചിന്തിക്കുമ്പോൾ അടിസ്ഥാന ആവശ്യമായ വസ്ത്രങ്ങൾക്ക്, അതും നാം ഉപയോഗിച്ച വസ്ത്രങ്ങൾക്കു വേണ്ടി അടിപിടി കൂടുന്ന ഉത്തരേന്ത്യൻ മുസൽമാന്റെ നിസ്സംഗമായ ദൈന്യത നാം കാണാതെ പോകരുത്.